ഇതെന്താ അത്? എത്രയായി തൈകൾ വെച്ചിട്ട്? അത് കൊലയ്ക്കുന്നില്ല, കായ്ക്കുന്നില്ല. എന്തിനിത്? നാട്ടുകാർ തെങ്ങിലൊക്കെ പൊട്ടി വീഴാനായി കൊണ്ട് നിൽക്കുന്നു തേങ്ങ. ഇതായി 3-4 തെങ്ങ് വടക്കായി പോയി. അത്രയുണ്ട് പുറത്ത വീട്ടിൽ വന്ന് കേറിയതിന്റെ. ചേന പറിക്കാനായ അമ്മ, ഞാൻ ഇന്ന് വൈകുന്നേരം പോവുകയോ വീട്ടിലേക്ക്. അമ്മയൊന്നും പറഞ്ഞില്ല. അതിന് എന്നോടെന്ത് ചോദിക്കേ? നിങ്ങൾ പോകുകയോ വരികയോ എന്തോ ചെയ്യും. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ ഇല നോക്ക്, ആകെ വടക്കായി. ഒരു പുഴു കേറിയ പതിയല്ലോ മുഴുവൻ നാശമൊക്കെ. ഇനിയിപ്പോ ഇതിന്റെ അവസ്ഥ എന്താണാവോ? അമ്മ, ഞാൻ നാളെ തന്നെ തിരിച്ചു വരാം. ഇപ്പൊ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും ഓടിപ്പാഞ്ഞ് വരുവൊന്നും വേണ്ട. പോകുക വരിക എന്തോ ചെയ്യും. എന്റെ മോനൊന്ന് ലീവാ. അപ്പൊ മീൻകറി ഇത്ര നേരം കാണുന്നില്ല. ഞാനിപ്പോ എന്ത് കറി ഉണ്ടാക്കി ചോറ് കൊടുക്കുമ്പോ ആ ടെൻഷനില്ല ഞാന്. എന്താപ്പ ചെയ്യാ? അവനാപ്പാടെ ആഴ്ചക്ക് ഒരു ലീവേ കിട്ടുള്ളൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ കുട്ടിക്ക്? രാവിലെ എന്തെങ്കിലും ഇത്തിരി പാത്രത്തിലാക്കി ഇങ്ങോട്ട് പോകുമല്ലേ? ലീവ് ഇരിക്കുന്ന ദിവസമല്ലേ മര്യാദക്കുള്ള ഭക്ഷണം കഴിക്കുള്ളൂ. അയാളെന്ത് ഇത്ര നേരം കാണാത്തത്? അമ്മ, ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പച്ചക്കറി മാത്രം കൂട്ടി അവൻ കഴിക്കോ? ഈ 6 ദിവസം പച്ചക്കറി അല്ലേ നീ രാവിലെ ആക്കി കൊടുക്കണവന്? വല്ല മീനോ ചിക്കൻ ആക്കി കൊടുക്കലുണ്ടോ? ഒരു ദിവസം അവൻ ലീവ് ഉള്ളത്. നിനക്ക് നിന്റെ വീട്ടിൽ പോകേണ്ട തിരക്കല്ലേ? നീ പോ. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ആ സുമതിന്റെ മരുമോൾ ഉണ്ടോ അവിടെ? അത് കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്. ലീവുള്ള ദിവസം അതിട്ട് എന്റെ വീട്ടിലേക്കൊന്നും പോവില്ല. അതല്ലേ മാർക്കറ്റിൽ പോകുന്നുണ്ട്. നോക്കട്ടെ, പൈസ കൊടുത്ത കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വരും. സുമതി, അവിടെ മരുമോളുണ്ടോ? കുഞ്ഞുറങ്ങിയാ? നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നത്? രാവിലെ 10:30 ബസ്സിൽ കിട്ടോ? അത് ഞാൻ വൈകുന്നേരം 4 മണിക്കാ. ഞാൻ കൊണ്ടുവിടില്ലേ? അതിന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുവിടണമെന്ന്. ഞാൻ പോണില്ല. പോരെ? അതെന്താ പോവാത്തെ? 2-3 ദിവസമായില്ലേ നീ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് ഒരുങ്ങിക്കുന്നത്. പോയിട്ട് വാ. എന്തിന്? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ? ഒന്ന് വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചേനെ മുഖവും വെറുപ്പിച്ച് നടക്കുന്നുണ്ടാമ്മ. അപ്പുറത്ത് സുമതേശിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക, അവരെ മരുമോളെയും പ്രശംസിച്ചുകൊണ്ട്. അവള് തറവാട്ടിൽ പിറന്നതാണത്രേ. അപ്പൊ ഞാനൊന്നും അല്ലല്ലോ. ആരമ്മയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നീ വീട്ടിൽ പോകുന്നതില്? എടാ, അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട. അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യണ്ട. അത് ശ്രദ്ധിക്കാൻ നിനക്ക് അതിന് മാത്രമേ നേരം കാണുള്ളൂ. നീ ചെന്നിട്ട് വാ. നിങ്ങളുടെ വാക്കും കേട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ടേ? അപ്പൊ കാണാം നിങ്ങളുടെ അമ്മയുടെ വേറൊരു മുഖം. വാളും എടുത്തു വരും. നിങ്ങൾക്ക് രാവിലെ ഓഫീസ് പോയിട്ട് വൈകുന്നേരം വന്നാൽ മതി. അതുവരെ കേൾക്കണ ഞാനല്ലേ? എന്നെ കൊണ്ടൊന്നും ആവില്ല യുദ്ധം പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭർത്താവ് ആയിരിക്കണം ഭാര്യനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയാം അമ്മയല്ലേ അത് വിട്ടേക്ക് എത്ര വെച്ചാൽ കേൾക്കുക. എടി, ഇത് നീ വരുത്തിച്ചതല്ലേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അമ്മേനോട് ചെന്ന് സമ്മതം ചോദിക്കാൻ? എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ട് നിനക്ക് അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് വന്നോണ്ടായിരുന്നോ? ഇതാ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനിയിപ്പോ നിനക്ക് പോണെങ്കിൽ പോ, അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കും. ഇതുപോലെ ഒരു തവണ നിങ്ങളുടെ വാക്കും കേട്ട് പോയതാ. പിന്നെ 2 ആഴ്ചത്തേക്ക് എന്നോട് മിണ്ടാണ്ട് നടന്നത്. അപ്പൊ പിന്നെ സുഖമായില്ലേ? 2 ആഴ്ച നിന്നോട് അമ്മ ഒരു കുഴപ്പമുണ്ടാക്കിയില്ലല്ലോ. നീ ധൈര്യത്തോടെ വീട്ടിൽ പോയിട്ട് വാ. കൂടിപ്പോയാ അമ്മ നിന്നോട് മിണ്ടില്ല. അത്രല്ലേ ഉള്ളൂ. നല്ല പഠിപ്പാ ഭാര്യനെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഇവിടെ ഒന്ന് പരാതി പറയുന്നത്? അമ്മ, അവള് പരാതി പറയാൻ വന്നല്ല. അവിടെ 2 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ. അമ്മയ്ക്ക് എന്താ കുഴപ്പം? അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കെന്ത് കുഴപ്പമുള്ളത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും തീരുമാനിച്ച് എന്തോ ചെയ്യും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അമ്മമാർക്ക് ഏത് കുടുംബത്തിലെ വിലയുള്ളത്? ഞങ്ങൾ പോവുക വരിക എന്തോ ചെയ്യും. ഞാൻ സുമതിന്റെ മരുമോൾ കൂടെ കുറച്ച് മീൻ വാങ്ങിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ മീനില്ലാണ്ട് ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പൊ അതാ എന്റെ ടെൻഷൻ. ഇവിടെ ആരും ഇല്ല മോളെ, ഇത്തിരി മീൻ വാങ്ങിയിട്ട് വാന്നുള്ളത്. എന്റെ കാലം മുഴുവൻ ഓടിച്ചാടി നടക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയിട്ടുണ്ട്. നീ എപ്പോഴാണാവോ മീനും കൊണ്ട് എത്തുക? ഇപ്പൊ 2 മണി 3 മണി ആവും എനിക്ക് കറി വെച്ച് ചോറ് തരേ. എന്താക്കാനാ? ദിവസം സുമതി ചേച്ചിന്റെ മരുമോളാണോ നമ്മുടെ വീട്ടിലേക്ക് മീൻ വാങ്ങിക്കൊണ്ടിരുന്നത്? മീൻകാരൻ വരുമ്പോ ഇവിടെ തന്നെയല്ലേ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കറി ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ ഇല്ലെങ്കിൽ അവയ്ക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ ടൗണിൽ ചെന്നിട്ട് വാങ്ങിക്കൊണ്ടിരല്ലേ? ഇതിപ്പോ വെറുതെ നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. നീ എന്താണ് എന്നോട് ചൂടാവുന്നത്? നിനക്ക് വായിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കി തരാവാനാണ് ഞാൻ അത്രയും ദൂരെ പോയിട്ട് ആ കുട്ടിനെ കൊണ്ട് പറഞ്ഞത് കുറച്ച് മീൻ വാങ്ങിട്ട് വാ മോളെ എന്നുള്ളത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഭാര്യമാർ എന്തെങ്കിലും പറയുമ്പോൾ പുറകെ തുള്ളിച്ചാടി നടക്കുകയാണല്ലോ. അല്ലെങ്കിൽ അമ്മമാരുടെ സ്നേഹമൊക്കെ ഏത് മക്കൾ എന്ന കട്ട കാലത്ത് അറിയുന്നത്? പിന്നെ എനിക്ക് വായിക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാള് അല്ലമ്മേ. ഇവള് വീട്ടിൽ പോകുമ്പോ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ചിന്ത.
നീ അയച്ചോടാ. എന്തിന് 2 ദിവസം ആക്കണ്? 2 മാസത്തിനോ 3 മാസത്തിനോ അയച്ചു വിട്. നീയും കൂടെ പോയിക്കോ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നു? ഇത് നോക്ക്, അടിച്ചു വാരിട്ടൊക്കെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച, ഇന്നല്ലേ ഒഴിവ്. ഒക്കെ ഒന്ന് കത്തിക്കാൻ ഇവിടെ ആരുണ്ട് ചെയ്യേ? 3-4 പപ്പായത്തെ മുളച്ചിട്ട് അതിനൊന്ന് പറിക്കുക, അവിടെ എവിടെയെങ്കിലൊക്കെ വെക്കേ. ആർക്ക്? ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ അത് പറിക്കാനും കറി വെക്കാനൊക്കെ ഭയങ്കര താല്പര്യ. അവിടെ സ്വന്തമായിട്ട് എനിക്കാവില്ല കൊത്താനും വെട്ടാനും ചെയ്യാനൊന്നും. അല്ലെങ്കിൽ പെൺമക്കളുടെ കല്യാണം കഴിച്ചോട് തുടങ്ങി അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടകാലം. നല്ല കുട്ടികളെ കിട്ടുന്ന കുടുംബവും ഉണ്ട്. ആ സുമതിന്റെ മരുമകളൊക്കെ എന്ത് നല്ല കുട്ടിയാ, അവർ ഭാഗ്യം ചെയ്തവര്. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതി, നീ പോയിട്ട് വന്നോ കേട്ടോ. നീ വീട്ടിൽ പോന്നല്ലേ അമ്മയ്ക്ക് സന്തോഷമാണ്, ഒരു കുഴപ്പമില്ലാന്നല്ല അമ്മ പറയുന്നത്. പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് സമാധാനത്തോടെ തിരിച്ചു വന്നാൽ മതി. നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാനിപ്പോ പോവാൻ നിൽക്കുന്നത്. നീ വന്നാലറിയാം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. നീ പോയിട്ട് പാടോ. നിന്നെയും കുഞ്ഞിനെയും കാണാൻ പറ്റല്ലേ അച്ഛനും അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ആയില്ല അങ്ങോട്ടൊക്കെ പോയിട്ട്. കൊറേ ആയി അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. അച്ഛനമ്മയ്ക്ക് ശരിക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷെ അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അവരോട് മിണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞു, നിങ്ങൾ വരുമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് ഈ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരാന്നുള്ളത്. അതൊക്കെ വിടടാ. നീ വെറുതെ അതൊന്നും പറഞ്ഞ് നിൽക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ആ ബസ് എങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ വേറെ ബസ്സില്ല കേട്ടോ. പോവാൻ നോക്ക്. ഇല്ല പിടിച്ച നമുക്ക് പോവാം. അപ്പൊ പോകാനുള്ള ഒരുക്കത്തിലാണ്. നിന്റെ പോക്ക് ഞാൻ നിർത്തി തരട്ടെ. എത്ര പറഞ്ഞാലും കേൾക്കില്ലേ അല്ലേ? അയ്യോ അമ്മേ, തല കറങ്ങുന്നു. ബാലൻസ് തെറ്റിയതാ തോന്നുന്നത്. അല്ലെങ്കിൽ ആ മീന് വാങ്ങിക്കാൻ പറയാൻ കുന്നിന്റെ മേലെ ഞാൻ കേറി. എനിക്ക് വല്ല കാര്യമുണ്ടോ? ആർക്കോ വേണ്ടിട്ട്, വേണ്ടാത്തവർക്ക് വേണ്ടിട്ട് മീന് മീന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മളെന്തിനും ആവശ്യമില്ലാത്തവരെ സ്നേഹിക്കുന്നത്. അത് എനിക്ക് എത്ര കണ്ടാലും കൊണ്ടാലും അറിയില്ല. അമ്മേ അമ്മേ, എന്തോ തല കറക്കുവോ? അയ്യോ, ഇത്തിരി വെള്ളം എടുത്തരാൻ പോലും ആരും ഇല്ലാലോ. നാരങ്ങ വെള്ളം കലക്കി കുടിച്ച തലകറക്കം മാറും തോന്നുന്നു. തലകറക്കോ? എന്തി പറയുന്നേ? എന്ത് പറയേ? നിനക്ക് മീന് വേണം പറഞ്ഞ സുമതിന്റെ വീട്ടിൽ പോയില്ലേ? എനിക്ക് അവിടെ നിന്ന് തല കറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം എനിക്ക് ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നല്ല തലകറക്കം. എനിക്ക് തീരെ വയ്യേ. ഇയർ ബാലൻസിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. അത് പണ്ട് എപ്പോഴോ ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. അതപ്പോ വീണ്ടും വന്നു. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയാം. തല കറക്കം വന്ന മനുഷ്യനെ അടിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത്? ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോകാണ്ട് പിന്നെ എങ്ങനെയാ? ഇത് ഡോക്ടറെ കാണിക്കാണ്ടൊന്നും ശരിയാവില്ല. എന്തായാലും 2 ആഴ്ച റെസ്റ്റ് വേണ്ട വരാം. ഇനി മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടേ മരുന്ന് കഴിച്ചുകൊണ്ടാണ്ട് കിടക്കേണ്ട വരും കുറച്ച്. അല്ലാണ്ടൊന്നും ഇത് മാറില്ല മോനെ. എന്തോ ഇത് ഇയർ ബാലൻസ് തെറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയർ ബാലൻസ് തെറ്റിയ ഒരാൾക്ക് ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമൊന്നുമില്ല. അമ്മ ഇപ്പൊ ഛർദിക്ക് ആവശ്യം ഇവിടെ കിടക്കുന്നുണ്ടാവും. ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാടെങ്കില് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. പോരെ? നീ നോക്ക്, വേണ്ടാത്ത വരുന്ന വിളിച്ച് പറയല്ലേ. നിന്റെ പോക്ക് മൊട്ട എനിക്ക് എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ ഞാൻ നിന്നെ കണക്കാക്കിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഒരാൾക്ക് സുഖമില്ല പറഞ്ഞിട്ടാണോ നിന്റെ പോക്ക് ഞാൻ മുടക്കുന്നത്? എനിക്കേ ഇവൻ മാത്രമല്ല 2 പെൺമക്കളുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറന്നെത്തും. അല്ലെങ്കിൽ നിന്റെ പോക്കൊക്കെ മുടട്ട് എനിക്ക് എന്ത് കിട്ടാൻ? നീ എന്നെ നോക്കണ്ട, നീ എവിടേക്കോ പോ. നിനക്ക് പറ്റുകയാണെങ്കിലേ എനിക്ക് ഫോൺ എടുത്തു തരാൻ സഹായിക്കുവോ? എന്റെ ഫ്രീജ് മോളെ വിളിക്കാനാ. ഞാൻ എണിച്ചിട്ട് വീണ് കഴിഞ്ഞാൽ നിന്റെ കെട്ടിയോള് പറയും കള്ളത്തരം കാണിച്ച് വീണതാണെന്നുള്ളത്. അമ്മ എന്തിനാ അവളിപ്പോ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്നത്? കൊച്ചിന്ന് അത്രയും ദൂരം അവൾ ഇവിടെ വന്നിട്ട് വേണോ അമ്മേന്റെ കാര്യങ്ങൾ നോക്കാൻ? ആരും ഇല്ലെങ്കിൽ കൊച്ചിന്ന് വരേണ്ടവരും. നിനക്കൊക്കെ അല്ലേ കൊച്ചി വലിയ ദൂരം. എന്റെ മോളല്ലേ, അവൾ അമേരിക്കയിലാണെങ്കിൽ എന്റെ ശബ്ദം കേട്ട് അവളെ പറന്നെത്തും. അവര് രണ്ടും ഇങ്ങോട്ട് പറന്നിറങ്ങുന്നത് ഞാൻ പലവട്ടം കണ്ടതാ. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് മുങ്ങുന്ന ടീമാണ് 2 പേരും. ഇനിയിപ്പോ അമ്മേന്റെ ഇയർ ബാലൻസും കൂടെ തെറ്റിന്നങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും ഈ ആണ്ടിനും സംക്രാന്തിക്കും ഇങ്ങോട്ട് വരുന്ന പരിപാടി ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് നിന്ന് കിട്ടും. വെറുതെ അതും കൂടെ കളയാൻ നിൽക്കണം. നീ എന്താടാ നിന്റെ കെട്ടിയോണ്ട് മുന്നിൽ എന്റെ പെൺമക്കൾ തരം താഴ്ത്തത്?
വെറുതെ അല്ല അവൾ തലയിൽ കയറി നിരങ്ങുന്നത് അല്ലേ? താരം താഴ്ചയൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ ഇവളല്ല അമ്മേന്റെ കൂടെ നിന്ന് അമ്മേനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്നിട്ടാണോ? ഒരെണ്ണം തിരിഞ്ഞു നോക്കാറ് പോലില്ല. അതിന് അവൾ എന്നെ എപ്പോ നോക്കി? മനുഷ്യന്മാരെ കുറച്ച് നന്ദി കാണിക്കാൻ പഠിക്കമ്മേ. ഇപ്പൊ അമ്മയ്ക്ക് ഇയർബാൻ സെറ്റിയാൽ തന്നെ കൊച്ചിന്ന് അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരും അമ്മേനെ ട്രീറ്റ് ചെയ്യാൻ? ഇവള് തന്നെ വേണ്ടേ അമ്മേന്റെ കൂടെ വന്നിട്ട് ചെയ്തു തരാൻ ഓരോന്ന്? എപ്പം അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാലും ഇവള് തന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുള്ളത്. ഓഫീസ് നിരക്കായിട്ട് നടക്കുന്ന എനിക്ക് പോലും സമയം കിട്ടാറില്ല. എല്ലാം അവള് ചെയ്തു തരണം, എന്നിട്ട് അവൾക്കില്ലാത്ത കുറ്റമില്ല. അതിനവൾക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നൊന്നും അല്ലല്ലോ. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാലോ അവൾക്ക് എന്റെ അമ്മായിക്ക് സുഖമില്ലാണ്ട് ഞാൻ കൂട്ടിയിട്ട് പോയി എന്നുള്ളത്. അവൾ ആരാ മോനെയാണ്? എനിക്ക് ശരിക്കും അവളെ കുറിച്ച് അറിയണ്ട. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മേന്റെ കൊച്ചിയുള്ള മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. നീ ഇപ്പൊ എന്തായാലും റെഡി ആയതല്ലോ വീട്ടിൽ പോയാൽ, നീ പോയിക്കോ. എന്തിന്? നീ ഇവിടെ നിന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും ഒരു കാര്യമില്ല. അമ്മയ്ക്ക് നിന്നെ കുറിച്ച് ഇത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. നീ സമയങ്ങളാണ് വീട്ടിൽ പോകാൻ നോക്ക്. ഓ, അപ്പൊ എനിക്ക് ഇപ്പോഴൊരു കാര്യം പിടുത്തം കിട്ടിയത്, ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു എനിക്ക് നീയാടാ. അവൾ വന്ന് കയറി 4 വർഷമല്ലേ ആയിട്ടുള്ളൂ. നിനക്ക് എത്ര വയസ്സായി? ഇത്രയും വർഷം നീയല്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. സാധാരണ എല്ലാ കുടുംബത്തിലും പറയുന്നത് വന്നു കയറിയ പെണ്ണാണ് ശത്രു എന്ന്. അല്ല അല്ല, ഈ വീട്ടിൽ അങ്ങനെ. ഈ വീട്ടിൽ ഞാൻ പ്രസവിച്ച് വളർത്തിയ എന്റെ മോൻ തന്നെയാണ് എന്റെ ശത്രു. പെറ്റതള്ളക്ക് വയ്യാണ്ടിരിക്കുമ്പോ എന്റെ ഭാര്യയിൽ നീ വിരുന്ന് വെക്കാം പറഞ്ഞ് അയച്ചുവിട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എങ്ങനെ? ഭഗവാനെ, ഞാൻ എന്തൊക്കെ ആരോടാ പറയുന്നത്? എന്റെ പെൺമക്കൾ എവിടെ ഉണ്ടെങ്കിൽ അവരോട് എന്റെ സങ്കടം പറയാൻ നാട്ടുകാരെ കൊണ്ട് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? കുടുംബത്തിലെ കാര്യം പുറത്ത് വിട്ടുകൊടുത്ത് പറയാൻ പറ്റുമോ? എന്താ ചെയ്യാനാ ഭഗവാനെ? ഇങ്ങനെ ഒരുത്തനാണ് ഞാൻ പ്രസവിച്ച് വളർത്തിയത്. ദൈവമേ, എത്ര ആൾക്കാർക്ക് നല്ല നല്ല മക്കള് കിട്ടുന്നത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹാവ്, സത്യം പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അമ്മേന്റെ വയ്യായിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കായിരുന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അമ്മ സ്മാർട്ടല്ലേ. നീയേ വെറുതെ ഇനി ഒന്ന് സമയം കളയാൻ നിൽക്കണ്ട, വീട്ടിലേക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ നിന്റെ കൂടെ വരാം. എന്നിട്ട് നമുക്ക് 2 ദിവസം നിന്നിട്ട് സമാധാനത്തോടെ തിരിച്ചു വരാം. എന്താടാ ഇത്രയും കാലുവേദനയ്ക്ക് നടക്കാൻ വയ്യാന്നേരം നീറ്റിന് പോകുക പറയുന്നത്? ഇപ്പൊ കാലുവേദനയായോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? അതന്നെ കാലുവേദന തന്നെ, വേറെ ഒന്നുമില്ല. ഇപ്പൊ നിനക്ക് സംഭവം മനസ്സിലായില്ലേ ശരിക്കും എന്താ കുഴപ്പമെന്നുള്ളത്? നീ വാ, നമുക്ക് ഇറങ്ങാൻ നോക്കാം. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം.